ഹലോ ഗെയ്സ്, എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? സുഖല്ലേ? ഞമ്മക്കിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് മോളും ഒന്നും ഇവിടെ ഇല്ല, അവരൊരമ്മായിൻ്റെ ഓർക്ക് പോയി. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഫോണെടുത്ത് ഇറങ്ങിയതാണ്. നമ്മളെ ചെറിയ കൃഷി വീഡിയോ ഒക്കെ ചെയ്യാൻ കേട്ടോ. നമ്മൾ മുറ്റത്താണ് ഉണ്ടാക്കിക്കണം കേട്ടോ. പറമ്പില്ലെങ്കിലും നമുക്ക് മുറ്റത്തൊക്കെ ഉണ്ടാക്കട്ടെ. എല്ലാവരും പറയും സ്ഥലമില്ലെങ്കിൽ നമ്മളടുത്ത് ആരെങ്കിലും പറമ്പുണ്ടെങ്കിൽ അവിടെയും ഞാൻ ഉണ്ടാക്കൂട്ടെ. ഉണ്ടാക്കുകയും ചെയ്തിക്കണേ. അപ്പോൾ ഇതെത്താ ഡ്രാഗൺ കണ്ടോ. ഇതിങ്ങനെ ഒരു പാത്രത്തിൽ ഞാൻ കുഴിച്ചിട്ടതാണ്. ഇതിങ്ങനെ വലുതാകേണ്ടത് എന്നാണത് വലുതായാലും അതിപ്പോൾ കുഴിച്ചിട്ടിട്ട് ഒരു കൊല്ലമായിട്ടുണ്ടാവും. ഇതിലൊരു കറ്റാർവായ ഉണ്ട്, പിന്നെ പനിക്കൂർക്കുണ്ട്, അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട് ഇട്ട് ഇതിൽ. കറ്റാർവായ കാണുന്നുണ്ടെന്നത് കണ്ടോ, ചെറിയൊരു മരടായി വന്ന് ഞാൻ പൊട്ടിച്ചും ചോദിച്ചു. പിന്നെ അതൊരു വേറെ ഡ്രാഗൺ. ഇത് ഒരു എല്ലാം രണ്ടല്ലായിട്ടുണ്ടാവും. ഇത് കാഴ്ചയിൽ എന്നാന്നുള്ള പോലെ. പിന്നെ നമ്മളെ മണി പ്ലാന്റാണ് കണ്ടോ. അത് ഇവിടെ ഇങ്ങനെയാണ് പോയതാട്ടോ അവിടെ കുറച്ച്. പിന്നെ ഇവിടെ നമ്മളെ 8 മണി 10 മണി എന്തൊക്കെയോ ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. ചെടികളൊന്നും ഇപ്പോൾ വല്ലാതെ സംരക്ഷണമില്ല. പിന്നെ അതൊക്കെ പനിക്കൂർക്ക. പിന്നെ തീരുണ്ടിട്ടൊരു ഡ്രാഗൺ. പിന്നെ ഇവിടെയൊക്കെ പനിക്കൂർക്കണ്ടേ. പിന്നെ ഇതാ നമ്മളെ കുട്ടിമോനെ കെട്ടി വളർത്തൽ പെട്ടിയിൽ ഞാൻ അടിയിൽ ചെരുപ്പോയിട്ട് വേണം മേലെ കുറച്ച് മണ്ണൊക്കെ ആക്കട്ടെന്ന്. ഇതിൽ ഞാൻ നമ്മളെ ജർജിയിലില്ലേ, എന്താ ഗൾഫിലെന്തോ ഒരു ഇലയാണ് പറഞ്ഞു, ഷുഗറിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊടുന്ന് ഒരിക്കൽ ആ ബക്കറ്റിൽ പാകിന്. അപ്പോൾ അതിൽ പോയപ്പോൾ ഞാൻ അതിൽ ഡ്രാഗൺ നട്ടു. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ പാകിക്കണം. മഴ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അതിൽ മുളച്ചൊക്കെ കുറേ ഇപ്പോൾ കൈ വന്നെങ്കിലും മഴ ചെയ്തപ്പോൾ പോയത്. പിന്നെ ഇതൊക്കെ എന്തൊക്കെയാണ് ഒരു ഡ്രാഗൺ. അത് അങ്ങനെ മതിലുമൊക്കെ പറഞ്ഞു. പുല്ലുണ്ട് കേട്ടോ. നമുക്ക് ചൊറിയായതുകൊണ്ട് നമ്മൾ പുല്ല് അലർജിയാണ്, പറിച്ചില്ല. കാക്കപ്പളെങ്കിലും പറിച്ചത്രേ ഉള്ളൂ. പറിച്ചുമ്പോൾ അതൊക്കെ കെടുത്ത് വേറെ. പിന്നെ അതൊരു ജാതിക്കത്തൈജ് അവിടെ പടൂറ് വെച്ചപ്പോൾ ഞാൻ കൊടുന്ന് വെച്ചതാണ്. പിന്നെ കണ്ടില്ലേ പാറ്റിൻ്റെ മരട്. പിന്നെ ഇതിൻ്റെ ഡ്രാഗൺ കാക്ക കുഴിച്ചിട്ട് കേട്ടോ, കുട്ടിമോൻ കൊടുത്തിട്ട്. പിന്നെ അത് കയ്പങ്ങത്തൈജ് ഇതൊക്കെ ഞാൻ കുഴിച്ചിട്ട് 10 പീടിയിൽ നിന്ന് വാങ്ങിയുണ്ട്. പിന്നെ അവിടെ കണ്ടത്തിൽ കണ്ടത്തിൽ നമ്മൾ കണ്ടത്തിൽ ഇവിടെ ഉണ്ടിട്ട് ജാതിക്കത്തൈജ് കൊടുന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഇതിനൊക്കെ ഇങ്ങനെ പടത്താൻ ഞാൻ ഇതിമെന്ന് ഇങ്ങനെ ഒരു കമ്പി കെട്ടിയാണ് ഇങ്ങനെ കയറൊക്കെ കെട്ടി കൊടുത്തേക്കണം. ഉണ്ടായെങ്കിൽ ബാളൊന്നും ഇട്ട് കൊടുക്കാൻ ബാളൊന്നും ഇവിടില്ല. പിന്നെ കണ്ടില്ലേ നമ്മളെ ഇതെന്താ പറയുക, ഇതിന് പേര് റംബുട്ടാൻ. നമ്മളെ കുടിയിൽ 2-3 കൊല്ലമായിട്ടാണ് കുടിയിൽ നട്ടിക്ക്. ഇവിടെ ഒരു കാക്ക അയൽവാസിക്ക് തന്നിട്ട് ഞാൻ കുഴിച്ചിട്ടതാണ്. വലിയ മരയിക്കണ്, 2 കൊണ്ട് കായ്ച്ചേർക്കും. പിന്നെ ഇത് നാവോലും മഴ. ഇത് കാക്ക പീടി നടന്നിട്ട് ആ ഒരു പാകിയാണ് കുഴിച്ചിട്ട്. നമ്മൾക്ക് കായ എടുത്തപ്പോൾ അങ്ങനെ ഒരുപാടില്ല, ഇങ്ങനെ പാകി കുഴിച്ചിടുക. അങ്ങനെ 10-12 റംബുട്ടാൻ്റെ മരം ഉണ്ട് കേട്ടോ അവിടെ. ആദ്യമായിട്ട് വെച്ചത് അതാണ്. ആടാ അത് കർമ്മത്തിയാറുണ്ട്. പിന്നെ അതൊക്കെ റംബുട്ടാനാണ്. അടക്ക റംബുട്ടാൻ ഉണ്ട് കേട്ടോ. എൻ്റെ റംബുട്ടാൻ തോട്ടത്തിൽ ഞാനും നിങ്ങളും ആണോ. റംബുട്ടാനൊക്കെ വലിയ മരമായി. അങ്ങനെ പേടിയുണ്ട് കേട്ടോ ഒരു ഡ്രാഗണ്. നമ്മൾ പരി കുറേ കുഴിച്ചിട്ട് ഓരോന്ന് കായ്ച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ വിറ്റ് പോന്നിട്ടാണ്ട് വന്ന് പിലാവ് കായ്ച്ചീനി, പിന്നെ കവുങ്ങുകളൊക്കെ കായ്ച്ചീനി, പിന്നെ അടക്കാപ്പായം റംബുട്ടാനെ കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2-3 അടക്കാപ്പായൊക്കെ ഇഷ്ടംപോലെ കായ്ച്ചീനി. പിന്നെ നമ്മളതൊക്കെ ഡ്രാഗണാണ് കേട്ടോ, അല്ലത് റംബുട്ടാൻ. പിന്നെ ഇത് ഡ്രാഗണ് ഇതിലിങ്ങനെ ചെറുതായിട്ട്. പിന്നെ ഇവിടെ മുരിങ്ങാത്തൈജ് ഇതൊരു പോലെ കേട്ടോ. പിന്നെ അത് അടക്കാപ്പായം. ഇതിന്മേൽ ഞാൻ അങ്ങനെ തൂമ്പല നമുക്ക് തപ്പിച്ച് പിടിച്ചാൽ ഷുഗറിന് നല്ലതാണെന്ന് വെച്ചിട്ടെടുക്കും. പിന്നെ ഇതില്ലേ, ഇതിപ്പോൾ നാളെ മൂലോടുന്നൊരു 2 മാസമായിട്ടേ ഉള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ പേര്. പൊയ്യ് തിന്നണ മൾബറി. അതിൻ്റെ കൊമ്പോടുന്ന് വെച്ചിട്ടതാണ് കേട്ടോ. ഉഷാറായിട്ടുണ്ടായിരിക്കും കേട്ടോ. കാഴ്ചയും ചെയ്തിന് അതൊക്കെ മടുത്തുന്നത്. പിന്നെ ഇത് നമ്മളെ ജാതിക്കത്തൈജ് ഇവിടെ വെച്ചത് ഞാൻ കുഴിച്ചിട്ടതാണ്. അത് ജാതിക്കത്തൈജ്. പിന്നെ ഇതാ റംബുട്ടാൻ. ഇത് റംബുട്ടാൻ ആകപ്പാടെ റംബുട്ടാൻ. പിന്നെ അതില്ലേ, അതാണ് ചതുരപ്പുളി നമുക്കൊരു ഡോക്ടറെ പെരിന്ന് നമുക്ക് തന്നതാട്ടോ. ഞാൻ എവിടുന്ന് എടുത്ത് കണ്ടാലും ഞാൻ മേങ്ങുണ്ടൂര് അങ്ങനെ സ്വഭാവം എനിക്കുണ്ട്. പിന്നെ അത് ചാമ്പക്ക. ഇതിങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തിന്നാലും തിന്നില്ലേനും വേണ്ടിയില്ല. അവിടെ നമ്മൾ പെര വിറ്റപ്പോൾ എല്ലാവരും പറഞ്ഞു ആ മരത്തുമ്പോൾ മുഴുവൻ കുരുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇഷ്ടം പോലെ. ഇതൊക്കെ വിട്ട് പോവില്ല ജി, രസമൊക്കെ ഉണ്ടാവും. പിന്നെ ഒക്കെ പോസിറ്റീവായിട്ടാണ് എടുക്കുക. ഇവിടെയും കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. നമുക്കല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു. പിന്നെ അവിടെ ജാതിക്കൊക്കെ കായ്ച്ചാനായത് ഒറ്റങ്ങൾ പൊട്ടി മുറിച്ച് തെങ്ങിനൊക്കെ ഇട്ടുള്ളൂ. ഉണ്ടേന്നോ ഒറ്റങ്ങൾക്ക് വട്ടയായിരിക്കും. ഇത് റംബുട്ടാൻ, അതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതൊക്കെ അയൽവാസികൾ നന്നാട്ടോ, എടുത്ത് വാങ്ങിയതല്ല. പിന്നെ ഇത് മൾബറി. പിന്നെ ചാമ്പക്ക ഉണ്ട് ഇവിടെ. ഇത് മൾബറി, കർമ്മത്തിത്തച്ചി മൾബറി. പിന്നെ കർമ്മത്തിത്തച്ചി ഇപ്പോൾ പയപ്പായ. പിന്നെ ഇത് കുറ്റിക്കുരുമുളക് എന്താ ഉണ്ടാക്കിയത് കേട്ടോ. എന്നാൽ റെഡിയാകാൻ അടുത്ത് വെച്ചിട്ടുള്ളൂ.
അങ്ങനെ 10-12 കുഴിച്ചിട്ട് 2-3 കിട്ടലുണ്ട് കേട്ടോ. അവിടെ ഉണ്ടാക്കിയത് രണ്ടെല്ലാം മുന്നേ ഉണ്ടാക്കിയത് കായ്ച്ചതുണ്ട് അവിടെ ഞാൻ കാട്ടിത്തരാം. പിന്നെ നമ്മളെ കർമ്മത്തി ആ തോന കഴിച്ചത് നമ്മളതല്ല ആങ്ങിയ കണ്ടത്തിലാണ്. ഈ 2 ഉള്ളതാണ് നമ്മളത് കേട്ടോ. പിന്നെ ഇത് കൊക്കോ, പിന്നെ ഇത് ചായമൻസ, ഒക്കെ ചായമൻസ. പിന്നെ ഇത് നമ്മളെ വെള്ളച്ചീര അപ്പുറംകുള് ഒക്കെ മിറ്റത്ത. പിന്നെ ഇതൊരു കർമ്മത്തി തജി, അവിടെ ഒരു ചെറുപ്പുളിയുണ്ട്. പിന്നെ ഇവിടെ ആന്തൂറിയൊക്കെ കൊടുന്ന് കാട്ടിലൊരുമിച്ച്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല കായ്ച്ചാണ്. ഇതൊരു 3-4 കൊല്ലമായിട്ടുണ്ടാവും ഇട്ടത്. ഇതിന് പുറത്താക്കൽ 4-5-6 തോക്കുണ്ട്, ചിലപ്പോൾ 3 തോക്ക അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവൽ. കണ്ടില്ല നിങ്ങൾ കാണുന്നുണ്ടോ? ഈ കുറ്റിക്കുരുമുളക് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. അതാ ഈ ഉറയിലാണ്. പിന്നെ ഇതിമെന്ന് ഒന്നതാ വള്ളിയായി പോയാണ് വള്ളിക്കുരുമുളക് കാണുന്നുണ്ട്. പിന്നെ ഇത് ചെമ്പരത്തി. ഇത് നമ്മൾ അൽമാസ് തോട്ടം അവിടെ ഇല്ല കവുങ്ങന്തജി അതിൻ്റെ അടക്കവിടുന്ന് ഭാഗ്യതാട്ടോ. അതിലൊരു തേക്കാണിത്. ശരിയായി തിരക്കട്ടെ. മണ്ണ എവിടെ പോയാലും നമ്മൾ കിട്ടണ കൊടുത്തുണ്ട്. കാലന്തൂർ മർക്കസ് പോയിട്ട് അവിടെ നിർത്തുന്നു ആ വരിയിലായി. അങ്ങനെ കേട്ടോ. പിന്നെ ഇതെന്താ ഇതിൻ്റെ പേരെത്താ മക്കളെ? ഒരു പേര് ഞാൻ മറന്നു. 100 റോസ് പൂവ്. പിന്നെ ഇവിടെ ഒക്കെ തെറ്റക്കേ ചെടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മറ്റേ സാധനം അതിന് പറയാം, ഞാൻ ഇപ്പോൾ പറഞ്ഞ് നിർത്തിയില്ലേ അതിൻ്റെ പേര്, മണിപ്ലാന്റ്. ഒക്കെ ചെടിതാ ഒക്കെ നമ്മൾ കുഴിച്ചിട്ട് തന്നെ കേട്ടോ. പിന്നെ ഇത് ചെടികൾ റോഡുമ്പോൾ കൂടി ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് നിർത്തി വെക്കണം. കാരണം ആൾക്കാർ വിചാരിച്ചുകൊണ്ടൊക്കെ മതമേലൊക്കെ വെച്ചത് ഇതാ തൊറ്റക്കിറത്താനും പറഞ്ഞ് വട്ടാണ്. ഞാൻ ഫോണിലാണ് ഇവിടെ ആയിക്കണമെങ്കിൽ ഇപ്പോൾ ആൾക്കാർക്ക് അറിയില്ല. യൂട്യൂബറാണ് ഇവിടെ ഉള്ളവർക്കൊന്നും അറിയില്ല. പൊട്ടത്ത് യൂട്യൂബർ ആരുടെയും പറയാൻ പറ്റും അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അങ്ങനെ ഇവിടെ ഇതൊരു നാവൂര് മുളക്കണേ, ഒരു റംബുട്ടാൻ മുളക്കണേന് മണ്ണിട്ട് കൊടുത്തേക്കണേ. അങ്ങേ ഭാഗത്തൊന്നും റംബുട്ടാൻ മുളക്കണുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എടുത്ത് ഞാൻ കുഴങ്ങി. അപ്പം ഇനി ഒന്ന് കുറച്ച് നേരം ഇരുന്ന് ഊഞ്ഞാലാടാൻ വിചാരിച്ച്. അപ്പം ഞാൻ ഊഞ്ഞാലാടാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ലൈക്കാണ് തന്നാളിന്ന്. പിന്നെ എന്തൊക്കെയാണ് പറയണമെന്ന് വിചാരിച്ചതിനൊക്കെ മറന്നു. ബായ്. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും താങ്ക് യു. അസ്സലാമു അലൈക്കും.